Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമ്മുടെ മുമ്പിൽ 3 ആഴ്ചയാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഈ 3 വീക്സ് എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം. സോ ഈ 3 വീക്സിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, മോക്ക് ടെസ്റ്റ്, ഇങ്ങനെ എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയണമെന്ന് മാത്രം, നിങ്ങൾക്കിത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാൻ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, PSC എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിലെ ആ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് പഠിക്കുക, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പഠിച്ച് പോകുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുക. ദെൻ MCQs പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മുടെ എക്സാമിൻ്റെ സ്റ്റൈല് നോക്കിയിട്ട് വേണം പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. ഇപ്പോൾ നമുക്ക് 100 ചോദ്യങ്ങളിൽ ജൂനിയർ അക്കൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിൽ ഒരു 35 മുതൽ 40 ചോദ്യങ്ങൾ വരെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. ദെൻ പിന്നെ ഡിറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരു 30-35 എണ്ണം വരാറുണ്ട്. പിന്നെ ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10-20 എണ്ണം അല്ലെങ്കിൽ ബാലൻസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിലോട്ട് കയറണമെങ്കിൽ ഇതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യലാണ്. ബാക്കി വരുന്ന ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിറക്റ്റ് ചോദ്യങ്ങൾ, ഇത് മിക്കതും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്, കുറച്ച് എളുപ്പമുള്ളത്. അപ്പോൾ ഇത് ആർക്ക് മെയിനായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ്, അവരാണ് ലിസ്റ്റിൽ വരാറ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ആദ്യം തന്നെ പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം സിമ്പിൾ ഡിറക്റ്റിലോട്ട് കടക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഒരു എഡ്ജ് ലഭിക്കും. ഇനി ഈ ലാസ്റ്റ് ഡേയ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ നമ്മളെ ജോയിൻ ചെയ്തിട്ട് എൻറ്റയർ സിലബസ് കവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ദെൻ അത് മാത്രമല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് MCQസിൻ്റെ ക്ലാസ്സസും അതിൻ്റെ PDF മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുമോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ, ഞാൻ ആദ്യത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. MCQs അതിൻ്റെ PDF, ഓക്കെ, MCQ ഡിസ്കഷൻ ക്ലാസ്സും അതിൻ്റെ PDF-ഉം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് MCQs പ്രാക്ടീസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ 10 മൊഡ്യൂളിലെയും MCQs പ്രാക്ടീസ് ചെയ്യണം. അത് എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും, സ്റ്റേറ്റ്മെൻറ്റും ഡിറക്റ്റ് ചോദ്യങ്ങളും, ദെൻ പിന്നെ മോക്ക് ടെസ്റ്റ്, ഇത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ദെൻ എക്സാം ഹോളിലെത്തി ആ 90 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് അവസാനിപ്പിക്കാനും സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആൻസർ ചെയ്യലല്ല നമ്മുടെ മെയിൻ പണി, അറിയുന്ന ചോദ്യങ്ങൾ മാത്രം ആൻസർ ചെയ്ത് പോരണം. ഇപ്പോൾ വരാൻ പോകുന്ന എക്സാം എത്രത്തോളം ടഫ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും അത്യാവശ്യം ടൈറ്റ് ഒരു എക്സാം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പാറ്റേണിൽ ഒരു 30-40% ഈസി ക്വസ്റ്റ്യൻസ്, ബാലൻസ് ഒരു 40% ടൈറ്റ്, ബാക്കി വരുന്നത് ഒരു മീഡിയം. ഇത് തന്നെയാണ് അവരെപ്പോഴും പിടിക്കാറ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് MCQസിൻ്റെ റിവിഷൻ വളരെ കമ്പൽസറിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ MCQ പ്രാക്ടീസ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യൽ മാത്രമല്ല, ലൈവ് മോക്ക് ടെസ്റ്റും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഉള്ള വീക്കെൻഡുകളിൽ. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ജോയിൻ ചെയ്യുക. ലൈവ് മോക്ക് ടെസ്റ്റാണ് 100 ചോദ്യങ്ങളുടെ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരു ഐഡിയ ലഭിക്കും, കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ദെൻ ഇനിയുള്ള ദിവസങ്ങളിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠനം ആരംഭിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്. ക്വിക്കായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന മൊഡ്യൂൾസ് ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നത് തിയറി മൊഡ്യൂൾസ് തന്നെയാണ്. അധികം ടൈം വേണ്ട. നമ്പർ 1 ഓഡിറ്റിങ് നമുക്ക് ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിട്ടാ പറ്റുള്ളൂ ക്വിക്കായിട്ട്, അതല്ലെങ്കിൽ പോസിബിൾ അല്ല. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ വിത്ത് ക്ലാസ് MCQs റെഡിലി അവൈലബിൾ ആണ്. ഓഡിറ്റിങ്, മാർക്കറ്റിംഗ്, ഈ രീതിയിൽ ഈ പേപ്പേഴ്സ് ആദ്യം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാപിറ്റൽ മാർക്കറ്റ്, ഓക്കെ, ഇതിനധികം ടൈം വേണ്ട. ഇപ്പോൾ 2 സെഷൻ 3 സെഷൻ കൊണ്ടൊക്കെ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും. കമ്പനി ലോ, മാനേജറൽ എക്കണോമിക്സ്, ഓക്കെ, കാരണം മാനേജ്മെൻറ്റ് ഇതിനൊന്നും അധികം സമയം വേണ്ട. അപ്പോൾ ഇത്ര മൊഡ്യൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മൊഡ്യൂൾസിൽ നിന്ന് 60 ചോദ്യങ്ങൾ തിയറിയാണ്. അപ്പോൾ ആ 6 മൊഡ്യൂൾസ് നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. അപ്പോൾ ആദ്യം അത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ചോദ്യങ്ങളാണ് വരുന്നത് എല്ലാ മൊഡ്യൂളിലും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിപ്പോൾ അക്കൗണ്ടിങ്ങിനും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഇത്ര ചോദ്യങ്ങൾ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഈ 6 തിയറി മൊഡ്യൂൾസ് ആദ്യം ഫിനിഷ് ചെയ്യുക. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾസ്, പ്രോബ്ലം മൊഡ്യൂൾസിലോട്ട് പോവുക. അതിൽ ക്വിക്കായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്, കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ FM, അതിനുശേഷം ടാക്സ്, അക്കൗണ്ടിങ്, ഈ രീതിയിൽ പോവുക. ഇപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ നിങ്ങൾ അറിയുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺസെപ്റ്റുമാണ് അറിയേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് ലാസ്റ്റ് ഏരിയയിലോട്ട് വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പ്രോബ്ലംസിലോട്ട് നിങ്ങൾ ഇപ്പം തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാൻ അങ്ങോട്ട് നീങ്ങി പോവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതൊന്നും അടുത്ത കാലത്ത് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന്. കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ, ടാക്ടിക്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. തിയറീസ് ആദ്യം ഫിനിഷ് ചെയ്യുക. ഒറ്റടിക്ക് ക്ലാസ് കേൾക്കലല്ല വേണ്ടേ. ക്ലാസ് കേൾക്കാൻ MCQ പ്രാക്ടീസ്. ഓൾറെഡി ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ MCQs വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ 3 വീക്സ് നിങ്ങൾ ഈ ഒരു പ്ലാൻ നിർബന്ധമായും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോസൊക്കെ കാണാം. എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു MCQs പ്രാക്ടീസ് ചെയ്യലാണ് ഇതിൽ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ ഏറ്റവും വേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റും MCQ പ്രാക്ടീസും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ക്രാഷ് ബാച്ച് വേണമെങ്കിൽ ക്രാഷ് ബാച്ചിനും MCQസിൻ്റെ മാത്രമായിട്ട് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.